നാഗാലാൻഡിലെ ഹോൺബിൽ ഫെസ്റ്റിവൽ ഇപ്പൊ നടക്കുന്നുണ്ട്. അതില് എന്താ പറയാ, ഈ 17 ട്രൈബൽസ് കൂടിയിട്ട് എല്ലാവരും ഒന്നിച്ച് നടക്കുന്ന ഏറ്റവും വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ദിബുർഘട്ട് എന്ന് പറഞ്ഞൊരു വിവേക് എക്സ്പ്രസിലാണ് നമ്മുടെ ഈ ട്രെയിൻ യാത്ര. ഇപ്പൊ നമ്മള് 2.5 ദിവസം ഈ ട്രെയിനിൽ തന്നെ ആണെങ്കിൽ പോലും നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ അണ്ടാ ബിരിയാണി, ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ ഇതിന്റെ ഉള്ളിൽ കുറെ ബിരിയാണികളൊക്കെ ഉണ്ടായിരിക്കും. എന്ത് വന്നാലും കഴിക്കരുത്, നമ്മുടെ അണ്ട കത്തിപ്പോവും. പിന്നെ എപ്പോഴും നമ്മള് ബാത്റൂമിലായിരിക്കും, വെറുതെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവൻ അതിന് സാക്ഷിയാണ്. അങ്ങനെ നമ്മള് ഒരുപാട് എന്താ പറയാ, ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനാണ്. അതായത് ട്രാക്ക് ഓൺ മൈ ഫുഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഒരു നേരത്താ, നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര ആയതുകൊണ്ട് രാവിലെ ബ്രെഡ്, വൈകിട്ട് ബിസ്ക്കറ്റ്, ഒരു നേരം അരിഭക്ഷണം. ദാരിദ്ര്യം ഇതിൽ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ നമ്മള് അങ്ങനെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ദിവസം കൂടി ഉണ്ട്. അപ്പൊ ഇന്നും കൂടി ഇന്നത്തെ ഫുഡ് ബ്രെഡ്. ഇപ്പൊ നമ്മള് നാഗാലാൻഡിലെ ദിമാപൂർ എത്തിയിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ്. നമ്മുടെ മാറ്റാണ് ഈ കാണുന്നത് കേട്ടോ. വലിയ കളറിൽ കിടക്കുന്ന കാണുന്നത് നമ്മുടെ മാറ്റാണ്. നമ്മുടെ ബാഗ് ലഗേജ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. നമ്മളൊരു പാട്ടപ്പറക്കിയുടെ ഒരു ലുക്കാണ് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ദിമാപൂരാണ്, നാഗാലാൻഡിലെ ദിമാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിപ്പോ നാഗാലാൻഡിലെ ദിമാപൂരാട്ടാ. ദിമാപൂരിലെ വലിയൊരു മാർക്കറ്റിലാണ്. വലിയൊരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കോഴീനെയും അതുപോലെ പോർക്ക്, ബീഫ് അതൊക്കെ കിട്ടുന്ന പോലെ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവം കാണിക്കാനാണ് പോകുന്നത്. അതായത് പട്ടിയിറച്ചി വെക്കില്ലേ, പട്ടി, അതുപോലെ തവള, പാറ്റ, പുഴു, അപ്പൊ അങ്ങനെ വേണ്ടുന്ന മിക്ക സാധനങ്ങൾ ഈ മാർക്കറ്റിൽ കിട്ടും. സ്നേക്ക് തന്നെ അയ്യേ സാധാരണ ബുധനാഴ്ച ദിവസങ്ങളിലാണ് ഇവിടുത്തെ ഇങ്ങനത്തെ മാർക്കറ്റുകൾ ഓപ്പൺ ആയിരിക്കുക. ഇത് ഡെയിലി ഓപ്പൺ ആയിരിക്കുന്ന മാർക്കറ്റാണ്. ഇന്ന് നമ്മൾ ചൊവ്വാഴ്ചയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ബുധനാഴ്ച വരികയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ എല്ലാ മാർക്കറ്റുകളും ഓപ്പൺ ആയിട്ട് നമുക്ക് ഈ പട്ടികളാണെങ്കിലും പൂച്ചകളാണെങ്കിലും എലികള് എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് ഈ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ.